നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അയ്യോ ഗോപിക, അയ്യോ അയ്യോ, എന്താ പറ്റിയേ? ഗോപിക, ഗോപിക, എന്താ പറ്റിയേ? എന്താന്നറിയില്ല, പെട്ടെന്ന് തലയിറങ്ങിയെന്ന് തോന്നുന്നു. ശോ, കണ്ണു തുറക്കുന്നില്ലല്ലോ. സിദ്ധു, നീ എവിടേക്കാ പോണത്? മാലാഖ ഇവിടെ ഉണ്ടായിരുന്നു മാമ, അവിടെ ഉണ്ട്. മാലാഖ ഒന്നും ഇല്ല. എന്താ സിദ്ധു പറയുന്ന കേക്ക്? വന്നേ സിദ്ധു, വന്നേ. സിദ്ധു, വീട് ഡോക്ടർ ആന്റി, ഡോക്ടർ ആന്റി വന്നേ, ഡോക്ടർ ആന്റി വന്നേ. എന്താ ഡോക്ടർ ആന്റി, ഞാൻ എന്നും പറയാറില്ലേ ഒരു ഏഞ്ചലിന്റെ കാര്യം? ആ ഏഞ്ചലോട് വന്നിട്ടുണ്ട്. എവിടെ? ദേ അവിടെ. കാണുന്നില്ലല്ലോ. ഏഞ്ചൽ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ എവിടെ പോയതാ? ഏഞ്ചലേ, ഏഞ്ചൽ അവിടെ ഉണ്ടായിരുന്നു. അതിന് ഏഞ്ചൽ എവിടെ? ഏഞ്ചൽ അവിടെ ഉണ്ടായിരുന്നു. എവിടെ? ഏഞ്ചൽ അവിടെ ഉണ്ട്. ഏഞ്ചലേ, ഏയ് ഏയ് ഏയ്, സിദ്ധു, ഏഞ്ചലേ. വിളിച്ചു കൂവണ്ട. ഏഞ്ചലേ ചിലപ്പോ മോന്റെ മുറിയിലേക്ക് പോയതാവും. അവിടെ മോനെയും കാത്തിരിക്കാവും. ആണോ? ഏഞ്ചൽ അവിടെ ഉണ്ടാവോ? കാണും. നമുക്ക് അങ്ങോട്ട് പോവാം. ഏഞ്ചലിനെ കാണാം. മോൻ നടക്ക്. ഗോപിക, ജ്യൂസ് എടുക്കട്ടെ? മതിയോ? എനിക്ക് വേണ്ട, കല്യാണ പെണ്ണിനെ കൊടുക്കാം. മണവാട്ടിക്ക് സ്പെഷ്യൽ ആപ്പിൾ ജ്യൂസ് റെഡിയാക്കിയിട്ടുണ്ട്. കുടിക്കേ. ഏയ്, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെ ശരിയാവും? എനിക്ക് വേണ്ടാന്ന്. അത് പറഞ്ഞാ പറ്റില്ല, കുടിക്കണം, കുടിച്ചേ പറ്റൂ. ഷെടാ, ഇതെന്ത് കഷ്ടം. അതെ, പെണ്ണ് വീട്ടുകാര് ജ്യൂസ് കുടിച്ചില്ലെങ്കിലേ അതിന്റെ കുറച്ചില് പയ്യന്റെ വീട്ടുകാർക്കാ. ഞാൻ പോയി മാഡത്തിനെ വിളിച്ചിട്ട് വരാം. അവളുടെ പത്രാസ് കണ്ടില്ലേ? ജാനകി മേഡത്തിന്റെ ബന്ധുവാവാൻ പോകുന്നതിന്റെ ഗമയാ അവൾക്ക്. ദേവികയ്ക്ക് അങ്ങനെ ഒരു മാറ്റം ഉണ്ടോ? അത് ടീച്ചർ അവളെ ശരിക്കും ശ്രദ്ധിക്കാഞ്ഞിട്ടാ. അവൾക്ക് നല്ല മാറ്റമുണ്ട്. കോടീശ്വര കുടുംബത്തിന്റെ ബന്ധുവാകാൻ പോകുന്നതിന്റെ എല്ലാ അഹങ്കാരവും അവളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ നെളിപ്പായിരിക്കും അവള് സ്കൂളിൽ കാണിക്കാൻ പോകുന്നത്. ഇവൾക്കിട്ട് പണി കൊടുക്കണം. സ്കൂളിൽ വെച്ച് ഇവളെ നാണം കെടുത്താൻ നോക്കിയിട്ട് എല്ലാം പരാജയപ്പെട്ടു.
പക്ഷെ ഇന്ന് ഇവിടെ വെച്ച് രാധിക അവളെ നാണം കെടുത്തു. ശരിക്കും നാണം കെടുത്തു. അതെങ്ങനെ പറ്റും? പറ്റും. അതിന് നിങ്ങൾ എല്ലാരും കൂടി എന്റെ ഒപ്പം നിന്ന് തന്നാ മതി. അങ്ങനെ ഉറച്ചു നിന്നാ ഇന്ന് അവളെ ഇവിടെ വെച്ച് നാണം കെടുത്തു. എന്തു വേണോന്ന് നീ പറഞ്ഞാ മതി. അയ്യോ ഗോപികേ, അയ്യോ അയ്യോ, എന്താ പറ്റിയേ? ഗോപികേ, ഗോപികേ, എന്താ പറ്റിയേ? എന്താന്നറിയില്ല, പെട്ടെന്ന് തലയിറങ്ങിയെന്ന് തോന്നുന്നു. ശോ, കണ്ണു തുറക്കുന്നില്ലല്ലോ. ആരെങ്കിലും ഒന്ന് വിളിച്ചാലോ? വേണ്ട വേണ്ട, ഇനിയിപ്പോ വേറെ ആരെയും വിളിക്കണമെന്നില്ല. ഞാൻ നോക്കിക്കോളാം. ഞാനൊരു നഴ്സാ. ചിലപ്പോ BP കൂടിയതാവും. എന്തായാലും അപ്പുറത്തൊരു റൂം ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഞാൻ ഈ കുട്ടിയെ അങ്ങോട്ട് കൊണ്ടു ചെന്നിട്ട് വേണ്ടത് എന്താന്ന് വെച്ചാ ചെയ്യാം. അതെങ്ങനെയാ ശരിയാവുന്നേ? അവള് കൊണ്ടുപോട്ടെ അമ്മ. സാരമില്ല, ഞാൻ നോക്കിക്കോളാം. അല്ല, ഒരു കുഴപ്പമില്ല. മോളെ, ദേ, ഞാൻ എന്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തേ. നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു ശാന്തി. കൺഗ്രാറ്റ്സ്. പിടിക്ക്. ഓക്കെ. മോളെ, ആ ഇങ്ങ് വന്നേ. ആ മോൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? ഇവിടെ ഇതിന് വേറെ ആളുകളുണ്ടല്ലോ. അതൊന്നും സാരില്ല മുത്തശ്ശി. വിവാഹ ചെലവിന് വേണ്ടി 1 രൂപ പോലും ഞങ്ങളെ കൊണ്ട് ചെലവാക്കിച്ചില്ലല്ലോ. ആ സ്ഥിതിക്ക് എന്നെ കൊണ്ടാവുന്ന ഇതുപോലുള്ള ചെറിയ ജോലികളൊക്കെ ഞാൻ ചെയ്തോട്ടെ. മുത്തശ്ശി അതിന് തടസ്സം പറയരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.